ആചാര്യ ടി വി ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. പണം ശക്തിയാണ്, അല്ലെങ്കിൽ സമ്പത്ത് ശക്തിയാണ്. നമ്മളുടെ മണി പവർ എന്ന് പറഞ്ഞിട്ടില്ലേ, മണി പവർ ആണല്ലോ പണം. മാഗ്നറ്റിക് പോലെ, ഒരു കാന്തം പോലെ പണം നമ്മളിലേക്ക് ആകർഷിക്കാൻ നമുക്ക് കഴിയണമെന്ന് നമ്മൾ പലതവണ പഠിച്ചിട്ടുണ്ട്. പണം ആകർഷിക്കണം. പണം ആകർഷിച്ചാലേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? പണം നമ്മളിലേക്ക് ആകർഷിച്ചാലേ നമുക്ക് എന്താവാൻ പറ്റുള്ളൂ? ശക്തി ഉണ്ടാവാൻ പറ്റുള്ളൂ. പണം ഉണ്ടെങ്കിലേ നമുക്ക് ശക്തി ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ച പണം ഉണ്ടായാൽ മാത്രം പോരാ, വേറെ പലതും ഉണ്ടാവണം. പക്ഷെ പലതും പ്രധാനമായൊരു കാര്യം തന്നെയാണ്. പണമാണ് നമുക്ക് ശക്തി, സമ്പത്താണ് നമുക്ക് ശക്തി ഉണ്ടാക്കുന്നത്. മണി പവർ എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് വികസിപ്പിക്കാവുന്ന ഒരു ഗുണഫലമാണ് പണം. വളരെയേറെ വികസിപ്പിക്കാവുന്ന ഒരു ഗുണഫലമാണ് പണം. ഗുണഫലത്തിന്റെ ഒരു ശക്തമായ സ്രോതസ്സാണ് പണം. നമ്മൾ ചെയ്യുന്ന ഓരോ ഗുണത്തിൻ്റെയും ശക്തമായ ഒരു സ്രോതസ് തന്നെയാണ് പണം. പണം കിട്ടില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ജോലി ചെയ്യുമോ? ചെയ്യില്ലല്ലോ. പണം കിട്ടുമെങ്കിൽ മാത്രമല്ലേ എല്ലാവരും ജോലി ചെയ്യുള്ളൂ. അപ്പോൾ ശക്തമായൊരു സ്രോതസ് തന്നെയാണ് പണം. നിങ്ങളുടെ സംരംഭത്തിൻ്റെ മേഖലയിൽ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ചെറിയ വ്യവസായം നമ്മൾ തുടങ്ങി, അതിൻ്റെ മേഖലയിൽ അറിവിൻ്റെയും നൈപുണ്യത്തിൻ്റെയും വികാസത്തിൽ നിന്ന് സ്വാഭാവികമായിട്ട് പണം പ്രവഹിക്കുന്നു. ഇപ്പം നമ്മളൊരു ചെറിയ ചെറുകിട സംരംഭം തുടങ്ങി, ചെറിയൊരു വ്യവസായം തുടങ്ങി, അതിൽ നമ്മുടെ അറിവിൻ്റെയും നൈപുണ്യം, നമ്മുടെ കഴിവിൻ്റെയും ഒക്കെ ഒരു വികാസമാണ് ആ ബിസിനസ്സിൽ നമ്മൾ കാഴ്ചവെക്കുന്നത്. ആ വികാസത്തിൽ നിന്ന് സ്വാഭാവികമായിട്ടും നമ്മളിലേക്ക് എന്ത് വരാൻ തുടങ്ങും? പണം പ്രവഹിക്കാൻ തുടങ്ങും. ഈ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പണം എന്താണ്? മെറിഞ്ഞ് പണം പിടിക്കുക. ചിലർ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഒരു പഴഞ്ചൊല്ല് പോലെ എല്ലാവരും പണം എറിഞ്ഞ് പണം വാരാം, പണം എറിഞ്ഞ് പണം എടുക്കാം. ഇങ്ങനെ പണം എറിഞ്ഞെറിഞ്ഞ് പണം എടുക്കുന്ന ആളുകളും പലരും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ അങ്ങനെ എറിയാനൊന്നും പണമില്ല. പണം നമുക്ക് എറിഞ്ഞ് കളിക്കാനും ഇല്ല. പക്ഷെ നമ്മൾ പണം ഇറക്കാതെ തന്നെ, അല്ലെങ്കിൽ കുറച്ച് പണം കൊടുത്തിട്ടാണെങ്കിലും നമ്മൾക്ക് എന്താണ്? സമ്പത്ത് ഉണ്ടാക്കണം, ശക്തി ഉണ്ടാക്കണം. അപ്പോൾ പണം എറിഞ്ഞാൽ പണം പിടിക്കുക, പണം ഉണ്ടാക്കാൻ പണം അറിയണമെന്ന് പറയുന്നതിന് മുഖ്യ കാരണം എന്താണ്? ഇതാണ് സാമ്പത്തിക സ്വാശ്രയത്വം നേടാൻ നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ്. പണത്തിൻ്റെ ഗുണഫലം വികസിപ്പിക്കാൻ 3 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഒന്ന്, ചിട്ടയായിട്ട് മിച്ചം പിടിക്കുക. വളരെ ചിട്ടയായിട്ട് നമ്മളുടെ വരുമാനത്തിൽ നിന്ന്, നമുക്ക് കിട്ടുന്നതിൽ നിന്ന് ചിട്ടയായിട്ട് മിച്ചം പിടിക്കുക. ഇത്ര രൂപ ഇത്ര രൂപ ഇത്ര രൂപ വെച്ച് നമ്മൾ മിച്ചം പിടിക്കാൻ ശ്രമിക്കണം. അപ്പോൾ അതൊരു എന്താണ്? തീർച്ചയായിട്ടും ഒരു ശക്തിയാണ്, സമ്പത്താണ്. മണി വെൽത്ത് ക്രിയേറ്റ് യുവർ വെൽത്ത് എന്ന് പറയുന്ന പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, നമ്മളിലേക്ക് പണം വരുമ്പോൾ എത്ര കുറച്ചായിക്കോട്ടെ എത്ര കൂടുതലായിക്കോട്ടെ, നമ്മൾ എപ്പോഴും അതിൽ നിന്ന് ഒരു ഭാഗം, അതായത് 10 രൂപയാണെങ്കിൽ അതിൽ നിന്ന് 1 രൂപ, അല്ലെങ്കിൽ വേണ്ട 50 പൈസ, ഇങ്ങനെ ഒരു ഭാഗം മാറ്റിവെക്കുക. എല്ലാവരും പറയും മാറ്റിവെക്കാൻ ഉണ്ടാകാറില്ല, ഒന്നും തന്നെ മാറ്റിവെക്കാൻ കഴിയുന്നില്ല. കാരണം അങ്ങനെ നമ്മൾ ഞങ്ങളുടെ ഗുരുക്കന്മാർ പറയാറുള്ളത്, നിങ്ങൾ ഒരിക്കലും ഇപ്പൊ ബാങ്കിങ് ഒക്കെ വീട്ടിൽ പൈസ ഇരുന്നാൽ എത്രയൊക്കെയാലും ഇല്ലാതെയാകുമ്പോൾ നമ്മളത് എടുക്കും. ചെക്ക് ബുക്കും ATM കാർഡും പ്രത്യേകിച്ച് ട്രാൻസാക്ഷൻസും ഒന്നും ഇല്ലാത്ത സാധാരണ ഡെപ്പോസിറ്റ് മാത്രം ചെയ്യുന്ന ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന മാസ വരുമാനത്തിൽ നിന്നോ ദിവസ വരുമാനത്തിൽ നിന്നോ ഒരു തുച്ഛമായ വിഹിതം അതിൽ കൊണ്ടുവന്നിടുക. പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ പോലെ അതിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കുക. പണ്ടൊക്കെ അങ്ങനെയാണല്ലോ നമ്മൾ പോസ്റ്റ് ഓഫീസ് സേവിങ്സ്, റെക്കറിങ് ഡെപ്പോസിറ്റ് ഒക്കെ ചെയ്തിരുന്നത്. അങ്ങനെ ഒരു ചെറിയ അത് ബാങ്ക് ATM കാർഡും ഇല്ല, പാസ്ബുക്കും ഇല്ലാത്തതുകൊണ്ട്, ഒരിക്കലും ചെക്ക് ബുക്കും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് പോയി എടുക്കാൻ മടിക്കുക. അത്യാവശ്യം വന്നാൽ അത് ആദ്യം എടുക്കുന്നവരുണ്ട്. എങ്കിലും അങ്ങനെ ഒരു സംഗതി മാറ്റി വെച്ചിട്ട് അതിൽ നമ്മളൊരു ചെറിയ വിഹിതം ഇപ്പോഴും ഡെപ്പോസിറ്റ് ചെയ്യുക. അങ്ങനെ കുറേ കാലം കഴിയുമ്പോൾ പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന രീതിയിൽ അതൊരു വലിയ തുകയായിട്ട് മാറും. തീർച്ചയായിട്ടും അങ്ങനെ ഒരു മിച്ചം പിടിക്കുന്ന വ്യവസ്ഥിതി നമ്മൾ സ്വയം കണ്ടുപിടിക്കുക. എങ്ങനെ വേണമെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക. പിന്നെ ഋണബാധ്യതയിൽ നിന്ന് പുറത്തു കിടക്കുക. ഒരുപാട് കടമുണ്ട്. ഈ കടം ഇല്ലായിരുന്നെങ്കിൽ, ആ ഋണബാധ്യതയിൽ നിന്ന്, കടങ്ങളൊന്നും ഇല്ലാതിരുന്ന അതിൽ നിന്ന് പുറത്തു കിടക്കുക. ആ ഋണബാധ്യതകൾ തീരാൻ എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെ നമ്മുടെ ഈ ഋണബാധ്യതകൾ തീർക്കാം? അതിന് നമ്മളൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അതിന് ജ്യോതിഷപരമായിട്ട് മാത്രമല്ല, നമ്മൾ എന്ത് ചെയ്താൽ, എങ്ങനെ ചിന്തിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ കടം മാറ്റാൻ സാധിക്കുക, അതിനെ നമ്മൾ എന്ത് ചെയ്യുക? അതിൽ നിന്നും പുറത്തു കിടക്കുക. എന്നിട്ട് നമ്മുടെ പണസംഭരണി കെട്ടിപ്പടുക്കുക. ഒരു ഭരണിയിൽ നമ്മൾ ഉപ്പുമാങ്ങ ഇട്ട് വെച്ചിരിക്കുന്ന പോലെ നമുക്ക് കുറച്ച് പണം മിച്ചം പിടിച്ച് നമ്മൾ ഒരു ജോലിയും പണിയില്ലാതിരിക്കുമ്പോഴും നമുക്ക് മിച്ചം പിടിക്കാൻ സാധിക്കുമെന്ന് ചോദിക്കുന്നവരുണ്ട്. എന്തെങ്കിലും നമ്മൾ ആ ഒരു
ആവശ്യത്തിനുള്ള ഒരു ധനം നമ്മൾ ആർജിക്കാൻ ശ്രമിക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന ഒരു തുക മിച്ചം പിടിച്ച് നമ്മുടെ പണ സംഭരണി കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുക. ഇത് കേട്ട് കഴിയുമ്പോൾ എല്ലാവരും ആയിരിക്കുമോ പിന്നെ സ്വന്തം ആവശ്യത്തിന് പൈസ ഇല്ലാത്തടത്ത് ഇനി സംഭരണി ഉണ്ടാക്കാൻ പോവുകയാണോ എന്ന് ചിന്തിക്കും. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് ഒരിക്കലും എന്താണ് പണം ഒരു ശക്തിയാണ് എന്ന് നമുക്ക് തോന്നുള്ളൂ. മണി പവർ ഉണ്ടാക്കുന്നവരും വിജയിച്ചവരും സമ്പന്നന്മാരും എല്ലാവരും കിട്ടുന്നതും ചെലവാക്കിയിട്ടല്ല അവർ ഈ ഭൂമിയിൽ സമ്പന്നരായത്. അവർ പലതും മിച്ചം പിടിച്ച് പലതിൽ നിന്നുമാണ് അവർ ഈ സമ്പന്നതയിലേക്ക് എത്തിയത്. അപ്പം അതുപോലെ നമ്മളും ഈ 3 കാര്യങ്ങളും ശ്രദ്ധിച്ച് പണം ഒരു ശക്തിയാണ് എന്ന രീതിയിൽ തന്നെ നമ്മൾ അതിനെ നമ്മുടെ ലൈഫിൽ കെട്ടിപ്പടുക്കുക.